കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒന്നാമത്തെ ടെർമിനലിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും കുവൈറ്റ് സർക്കാരുമായി സഹകരിച്ച് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും കുവൈറ്റിലെ ഇന്ത്യൻ എംബസി എക്സിലൂടെ സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ വിമാനത്താവള ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടെ കുറഞ്ഞത് 63 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വിമാനത്താവള കെട്ടിടങ്ങൾക്കും നയതന്ത്ര കാര്യാലയങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടായി. ഇതേ തുടർന്ന് കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു. എന്നാൽ കേടുപാടുകൾ പരിഹരിച്ച് സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ടെർമിനൽ 4-ൽ നിന്നുള്ള സർവീസുകൾ കുവൈറ്റ് എയർവേസ് പുനരാരംഭിച്ചിട്ടുണ്ട്. വിമാനത്താവളം ലക്ഷ്യമിട്ട് നിരവധി ഡ്രോണുകൾ എത്തിയതായും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കി സ്ഥിതിഗതികൾ സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയ വക്താവ് കേണൽ സ്റ്റാഫ് സൗദ് അബ്ദുളസീസ് അൽ അദ്വാൻ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ സംഘർഷം വീണ്ടും കടുക്കുന്നതിനിടയിലാണ് ഈ സംഭവം. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക ഹോർമൂസ് കടലിടുക്കിന് സമീപം സൈനിക നടപടികൾ ആരംഭിച്ചു. ഏപ്രിൽ 8 മുതൽ നിലവിലിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ തകരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഈ അനിശ്ചിതാവസ്ഥ കാരണം ആഗോള വിപണിയിൽ എണ്ണവില 2% വർദ്ധിച്ചു. ലോകത്തെ എണ്ണ LNG കയറ്റുമതിയുടെ 5-1 നടക്കുന്നത് ഈ തന്ത്രപ്രധാനമായ കടൽ മാർഗത്തിലൂടെയാണ്. ഇറാന്റെ ആക്രമണം ചെറുത്തുവെന്ന് US പറഞ്ഞു. അമേരിക്കയുടെ 5ാം കപ്പൽപ്പട ആസ്ഥാനവും വ്യോമത്താവളങ്ങളും ആക്രമിച്ചെന്ന ഇറാന്റെ വാദം US സൈന്യം പൂർണ്ണമായി തള്ളി. കുവൈറ്റിന് നേരെ ഇറാൻ വിക്ഷേപിച്ച 2 മിസൈലുകൾ ലക്ഷ്യത്തിലെത്തും മുൻപേ തകർന്നു വീഴുകയാണ് ചെയ്തത്. ബഹ്റൈന് നേരെ വന്ന 3 മിസൈലുകൾ USന്റെയും ബഹ്റൈന്റെയും സേനകൾ ഉടൻ തന്നെ വെടിവെച്ചിട്ടു. ഇറാന്റെ മറ്റ് പല മിസൈലുകളും ലക്ഷ്യം കാണാതെ പരാജയപ്പെടുകയാണുണ്ടായത്. അന്താരാഷ്ട്ര കടൽ മാർഗത്തിലൂടെ പോവുകയായിരുന്ന സാധാരണ കപ്പലുകളെ ലക്ഷ്യമാക്കി ഇറാൻ വിട്ട 3 ആക്രമണ ഡ്രോണുകളും US സൈന്യം വെടിവെച്ചിട്ടുണ്ടെന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് വന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞുവെന്ന് കുവൈറ്റ് സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിലെ സൈനിക ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനെ ലക്ഷ്യമിട്ടായിരുന്നു US ആക്രമണം നടത്തിയത്. തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണയുടെ അവകാശവാദം പൂർണ്ണമായും വ്യാജമാണെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അമേരിക്കൻ സൈന്യത്തിന് നേരെയുള്ള ഇറാന്റെ എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെട്ടുവെന്നാണ് US വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ചതു മുതൽ US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സാധാരണ ജനവാസ മേഖലകൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടായിരുന്നിട്ടും ഇത്തരം ഏറ്റുമുട്ടലുകൾ ഇടയ്ക്കിടെ തുടരുകയാണ്.